ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കൽക്കണ്ടം ദ ഡിയോ ഡയറീസ്. നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതാണെന്നറിയാവോ? നമ്മുടെ പഴയകാല ഇഷ്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കേക്ക്, മാർബിൾ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമാണ് മാർബിൾ കേക്ക് അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്നൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ഫ്ലോർ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് എടുത്ത് അതിൽ നിറയെ ഫ്ലോർ എടുക്കുക, നമ്മുടെ മൈദ എടുക്കുക. ഇതുപോലത്തെ 2 കപ്പാണ് നമ്മളിപ്പം എടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് ഇട്ടു. രണ്ടാമത്തെ കപ്പ്, അങ്ങനെ 2 കപ്പ് മൈദ നമ്മൾ എടുത്തു. ബേക്കിംഗ് പൗഡർ നമ്മൾ ഇടുകയാണ്, 2 ടീസ്പൂൺ. ഇത് നമുക്ക് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുട്ട എടുക്കണം. നമ്മളിവിടെ 6 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 6 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസും ഷുഗറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പെതുക്കെ ബാക്കി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. രണ്ടാമത്തെ കപ്പ് നമ്മൾ ഇടുകയാണ്. കുറച്ച് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമിയും നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നോക്കിയേ, മുട്ടയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് നമ്മുടെ എഗ്ഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
ജസ്റ്റ് ആ ഓയിലൊന്ന് മിക്സായി കിട്ടണം. നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഓയിലൊന്ന് മിക്സായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫ്ലോർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലോർ മിക്സ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇനിയും ബീറ്റർ ഉപയോഗിക്കുന്നില്ല, ഈ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഫ്ലോർ മിക്സ് കുറച്ച് ആഡ് ചെയ്യാണ്. നമുക്കിനി ആഡ് ചെയ്യേണ്ടത് മിൽക്കാണ്. മിൽക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3/4 കപ്പാണ്. ഞാൻ ആദ്യം കാണിച്ച് 250 ml 3/4 ഭാഗമാണ് നമുക്ക് മിൽക്ക് എടുക്കേണ്ടത്. മിൽക്ക് കുറച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഫ്ലോർ മിക്സിന്റെ ഒരു ഭാഗം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ടിത് പെരുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഫ്ലോർ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള മിൽക്കും കൂടെ ആഡ് ചെയ്തു. നമുക്കിത് മിക്സ് ചെയ്യാം. നോക്കിയാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാർബിൾ കേക്കിന് വേണ്ടത് എന്താണ്? അതൊരു ചോക്ലേറ്റിന്റെ ഒരു ലെയർ ഉണ്ടല്ലേ, ആ ചോക്ലേറ്റിന്റെ ലെയർ പ്രിപ്പയർ ചെയ്യാം. അത് നമ്മൾ ഇതിനകത്തുനിന്ന് തന്നെയാണ് ബാറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിന്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയുള്ള ഒരു ബൗള് എടുത്തു. ഇനി ഈ ബാറ്ററിൽ നിന്ന് ഒരു 3/4 കപ്പ് ബാറ്റർ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അളന്നെടുക്കാമേ. ഇപ്പൊ 1/2 കപ്പായി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ 1/2 കപ്പേ ഒഴിച്ചുള്ളൂ. ഇതിനൊരു 1/4 കപ്പും കൂടെ ഒഴിക്കണം. എന്ന് വെച്ചാൽ ടോട്ടൽ 3/4 കപ്പ്. നമ്മുടെ വലിയ കപ്പിന് 3/4 കപ്പ്. നമ്മൾ ചോക്ലേറ്റ് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ബാറ്റർ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ഇതിലേക്ക് സീവ് ചെയ്ത് വേണം ഇടാൻ. നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സീവ് ചെയ്ത് വേണം ഇടാൻ. നമുക്ക് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ആറ് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സീവ് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. അപ്പം ചോക്ലേറ്റ് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കൊക്കോ പൗഡർ നമ്മൾ സീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ വെക്കണമല്ലോ. അപ്പം നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം.
നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബാറ്റർ ഒന്ന് റെഡി ആവുമ്പോഴത്തേക്ക് ഓവനും പ്രീ ഹീറ്റ് ചെയ്ത് കഴിയും. നമുക്ക് നേരെ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ കൊക്കോ പൗഡർ സീവ് ചെയ്തല്ലേ, ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യണം. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിൽക്ക് ആഡ് ചെയ്യുന്നത് ഇതൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഈ ഒരു ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തു. അപ്പം അത് കുറച്ചൊന്ന് കട്ടിയായി. അത് ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്തേക്കുന്ന ബാറ്ററിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാർബിൾ കേക്കിന്റെ ആ ഒരു ബാറ്റർ സെറ്റ് ചെയ്യാം. നമ്മുടെ മാർബിൾ കേക്കിന്റെ ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് 2 കേക്കിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ രണ്ടാമത്തെ കേക്ക് നമ്മൾ സെറ്റ് ചെയ്യാണ്. നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ വാനില ബാറ്ററിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മാർബിൾ കേക്ക് ആ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനിയും ഒരു സ്ക്യൂസർ ഉപയോഗിച്ച് ഒരു ഡിസൈന് നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. നമ്മുടെ കേക്കിനൊരു റിച്ച്നെസ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്കോ ചിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതെടുത്ത് ഓവനിലേക്ക് വെക്കാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50 മിനിറ്റ്സ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 45 to 50 മിനിറ്റ്സ് ആണ് കേക്ക് ബേക്കായി വരാനുള്ള സമയം. നമ്മൾ 50 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് 50 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് ആയോ ഇല്ലയോ എന്ന്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് 50 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ കേക്ക് നമ്മൾ എടുത്ത് നോക്കാൻ പോവാണ്. കേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നൈസ്. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. 2-3 ഇടത്തുനിന്ന് നോക്കാം. നമ്മൾ കേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒത്ത നടുക്കാണ്
കുത്തി നോക്കേണ്ടത്. അവിടെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 സ്ക്യൂസർ വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കഴിച്ച് നോക്കണം. കഴിച്ചിട്ട് പറയാം. നമ്മൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് പീൽ ചെയ്തെടുക്കാൻ പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ചൂട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. നോക്കിക്കേ, എന്ത് സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മാർബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ. നോക്കിയേ, നമ്മുടെ മാർബിൾ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്.